Hello everyone, welcome back to Aptics Academy. So this is the second video of Unit 4, Language Across the Curriculum. ആൻഡ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം മാത്രം വരിക. അതിൻ്റെ ബാലൻസ് ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടോപ്പിക്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ബ്ലാങ്ക് സ്ലേറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ കോഗ്നിറ്റീവ് മൊഡ്യൂൾസ്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ഇത് മൊത്തമായിട്ട് വായിക്കുന്നില്ല. യു ക്യാൻ പോസ് ദ വീഡിയോ ആൻഡ് റീഡ് ഔട്ട്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മെറ്റീരിയലിനകത്തുള്ള സാധനമാണിത്, അതിന് പോയിൻ്റായി കൊടുത്തിട്ടേ ഉള്ളൂ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ജെറി ഫോർഡർ എന്ന് പറഞ്ഞ ആളുടെ മോഡുലാരിറ്റി ഓഫ് മൈൻഡിനകത്ത് പറയുന്ന ഒരു കാര്യം കൂടെയാണ് ഈ ഒരു കോഗ്നിറ്റീവ് മൊഡ്യൂൾസ് എന്നുള്ളത്. അതായത് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും കണക്റ്റഡ് ടു അവർ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ ബ്രെയിനിനകത്ത് പെർട്ടിക്കുലർ റീജിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെക്കാനിസംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പെർട്ടിക്കുലർ റീജിയനിലുള്ള കാര്യങ്ങൾ ഇവർ നമ്മുടെ സർട്ടൻ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ വർക്ക് ടുഗെദറായിട്ട് നമ്മളെ പെർട്ടിക്കുലർ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കോൺഷ്യസ് കൺട്രോൾ കൊണ്ടൊന്നും അല്ല ചെയ്യുന്നത്. ഇതറിയാതെ നമ്മളുടെ ഒരു ഇൻസൈഡ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പെർട്ടിക്കുലർ ഒരു ടൈമിൽ തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സർട്ടൻ കൈൻഡ് ഓഫ് ടൂൾസ് നമ്മുടെ ബ്രെയിനിനകത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്. ഇത് വർക്ക് ടുഗെദർ ചെയ്തിട്ട് നമ്മുടെ കോൺഷ്യസ് കൺട്രോൾ അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ട് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ കോഗ്നിറ്റീവ് മൊഡ്യൂൾസിൽ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് എ കോമൺ സിസ്റ്റം ഓഫ് ഓൾ കോഗ്നിറ്റീവ് മൊഡ്യൂൾസ് ഇസ് നോൺ ആസ് ഇൻഫർമേഷൻ എൻക്യാപ്സുലേഷൻ. ഇൻഫർമേഷൻ എൻക്യാപ്സുലേഷൻ ഇസ് ദ ഐഡിയ ദാറ്റ് എ സിസ്റ്റം ഹാസ് റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഇൻഫർമേഷൻ ദാറ്റ് ഇസ് സ്റ്റോർഡ് ഔട്ട്സൈഡ് ഓഫ് ഇറ്റ് സെൽഫ്. ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്, മുള്ളർ ലയർ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കേ, ഇതിനകത്ത് ആ ബോക്സിനകത്ത് നിങ്ങൾക്ക് മുകളിലൊരു ലൈനും കാണാം, താഴെ ഒരു ലൈനും കാണാം. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതിലേതാണ് ലെങ്തിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്ന ആൻസർ ഫസ്റ്റ് വൺ ആയിരിക്കും. ബട്ട് ഒന്ന് ക്ലോസ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ആരോ മാർക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റത്തെ ലൈനിലെ ആരോ മാർക്ക് പോയിൻറ്റഡ് ഔട്ട്വേർഡാണ്, എന്നാൽ സെക്കൻഡത്തേലെ ആരോ മാർക്ക് ഇൻവേർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്നെടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ലൈനിൻ്റെ അതേ ലെങ്ത്തിലേക്ക് വരും. ഇതൊരു ടൈപ്പ് ഓഫ് ഇല്യൂഷനാണ് കേട്ടോ. സോ ഈ ഒരു ഇല്യൂഷൻ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻഫർമേഷൻ എൻക്യാപ്സുലേഷൻസ് എന്നാണ് ഇതിൻ്റെ എക്സാമ്പിളിൽ പറയുന്നത്. അതിന് മുള്ളർ ലയറിൻ്റെ ഇല്യൂഷനാണ് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, കോൺസെപ്റ്റ് ഡിഫറിങ് ഫ്രം ബ്ലാങ്ക് സ്ലേറ്റ് തിയറി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഐഡിയ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജെറി ഫോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പനൻറ്റ്, ഒരു സയൻറ്റിസ്റ്റാണ് ആൾ. ഈ കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾ നേറ്റീവിസത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ആളുടെ വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, മോഡുലാരിറ്റി ഓഫ് മൈൻഡ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനകത്ത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻബിൽട്ടായിട്ട് ഇവിടെ കണ്ടിട്ടില്ലേ, ബ്രെയിൻ ഫ്രം ബർത്ത് ആൻഡ് മെനി ഓഫ് ദം വുഡ് ബി ഇമ്പോസിബിൾ വിത്തൗട്ട് ജനറ്റിക് കോൺട്രിബ്യൂഷൻ. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസും എബിലിറ്റീസും ഒക്കെ കാണും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അപ്പോൾ ഇത് ജനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസും എബിലിറ്റീസും നമുക്കുണ്ട്. അപ്പോൾ ഈ മോഡുലാരിറ്റി ഓഫ് മൈൻഡിനകത്ത് പറയുന്ന കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക്കലിയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന ഒന്നുമല്ല, അറിയാതെ ഓട്ടോമാറ്റിക്കലി വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് സ്പീഡ് ആൻഡ് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഹി ആർഗ്യൂഡ് ഫോർ എ കാൽക്കുലേറ്റഡ് അപ്രോച്ച് ടു പെർസെപ്ച്വൽ സിസ്റ്റംസ് വിച്ച് ഹി ബിലീവ്ഡ് വാസ് ഓട്ടോമാറ്റിക് ആൻഡ് ക്വിക്ക്. ഇത് ഓട്ടോമാറ്റിക്കും ക്വിക്കും ആണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ സ്കിന്നേഴ്സ് ഇമിറ്റേഷൻ തിയറി ഓഫ് ലാംഗ്വേജ് അക്യൂസിഷൻ. ഇതൊന്ന് നോക്കാം നമുക്ക്. സ്കിന്നേഴ്സ് ഇമിറ്റേഷൻ തിയറി ഓഫ് ലാംഗ്വേജ് അക്യൂസിഷൻ. സ്കിന്നറിൻ്റെ ഈ ഒരു തിയറി വരുന്നത് വേർബൽ ബിഹേവിയർ എന്ന് പറഞ്ഞ് 1957 ആൾ എഴുതിയിട്ടുള്ള ഒരു വർക്കിനകത്താണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനകത്തുള്ള മെയിൻ പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ബിഹേവിയറിസ്റ്റ് വ്യൂ ഓൺ ലാംഗ്വേജ് ലേണിംഗ് ബേസ്ഡ് ഓൺ ആൻ എംപിരിക്കൽ ഓർ ബിഹേവിയറൽ അപ്രോച്ച്. ഒരു ബിഹേവിയറൽ അപ്രോച്ചോട് കൂടിയിട്ടാണ് ഇവിടെ നോക്കുന്നത്. ആൻഡ് ലാംഗ്വേജ് എങ്ങനെയാണ് ലേൺ ചെയ്യുന്നതെന്നാണ് പറയുന്നത്? ത്രൂ ഇമിറ്റേഷനിലൂടെയാണ്. ആ പ്രോസസ്സ് ഓഫ് ഇമിറ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതിലൂടെയാണ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ കണ്ട് അതുപോലെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെ ലാംഗ്വേജ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലാംഗ്വേജ് ഇസ് ലേൺ ത്രൂ ഇതിനകത്ത്
പാരാ ബ്രേക്ക് വന്നതാണ്, ഐ മീൻ സെൻറ്റൻസ് ബ്രേക്ക് വന്നിട്ടുള്ളതാണ്. ചിൽഡ്രൻ സ്റ്റാർട്ട് ഔട്ട് ആസ് ക്ലീൻ സ്ലേറ്റ്സ് ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ലിംഗ്വിസ്റ്റിക് ഹാബിറ്റ്സ് പ്രിൻറ്റഡ് ഓൺ ദീസ് സ്ലേറ്റ്സ്. കുട്ടികൾ പഠിക്കുന്നത് ക്ലീൻ സ്ലേറ്റ്സിലൂടെയാണ്. ആൻഡ് ലാംഗ്വേജ് ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിംഗ്വിസ്റ്റിക് ഹാബിറ്റ്സ് ഈ ഒരു സ്ലേറ്റ്സിൽ, ക്ലീൻ സ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ പ്രിൻറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ പഠിക്കുന്നതെന്നാണ് പറയുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ലാംഗ്വേജ് ഇസ് എ കണ്ടീഷൻഡ് ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. കണ്ടീഷൻ ചെയ്തെടുത്ത്, അതായത് നിരന്തരമായിട്ട് കണ്ടീഷൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്വഭാവമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. It is built upon the stimulus-response process. Feedback of stimulus-response is reinforcement, which decides whether the language will be learned or not. അപ്പോൾ ഈ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി അല്ലെങ്കിൽ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഈ ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് വിൽ മോട്ടിവേറ്റ്സ് റെപ്പിറ്റീഷൻ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ റെപ്പിറ്റേഷന് വീണ്ടും വീണ്ടും അത് പ്രൊനൗൺസ് ചെയ്യാൻ, ഉച്ചരിക്കാനൊക്കെയുള്ള കാര്യത്തിന് മോട്ടിവേറ്റ് ചെയ്യും. ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് വിൽ ഡിസ്കറേജ് റെപ്പിറ്റേഷൻ. എന്നാൽ അതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക, ഡിസ്കറേജ് ചെയ്യാണ് ചെയ്യുക, റെപ്പിറ്റേഷനെ ഇങ്ങനെ തരം താഴ്ത്തി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇമിറ്റേഷൻ തിയറിനകത്ത് പറയുന്നത്. ഇനി പോപ്പുലർ ആയിട്ടുള്ളൊരു വ്യൂ ആണ് പറയുന്നത്, ചിൽഡ്രൻ ലേൺ ടു സ്പീക്ക് ബൈ ഇമിറ്റേറ്റിംഗ് ദ വേർഡ്സ് ആൻഡ് നോയ്സസ് ഹേർഡ് അറൗണ്ട് ദം ആൻഡ് ദിയർ അനോളജി. അപ്പോൾ നമുക്കറിയാം കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അവരവരുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ്സ് ഒക്കെ പറയുന്ന സമയത്ത് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ചിൽഡ്രൻ സ്ട്രെങ്തൻ ദിയർ റെസ്പോൺസസ് ബൈ ദ റിപ്പിറ്റേഷൻസ്, കറക്ഷൻസ് ആൻഡ് അതർ റിയാക്ഷൻസ് ദാറ്റ് അഡൾട്ട്സ് പ്രൊവൈഡ്സ്. ദസ് ലാംഗ്വേജ് ഇസ് പ്രാക്ടീസ് ബേസ്ഡ്. മാത്രമല്ല കുട്ടികൾ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ റെപ്പിറ്റേഷൻസിലൂടെ പഠിക്കുന്നുണ്ട്. കറക്ഷൻസ്, അവരെന്തെങ്കിലും തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നമ്മളത് തിരുത്തി കൊടുക്കും, അങ്ങനെ തിരുത്തിയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ബേസ്ഡ് ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. General perception is that there is no difference between the way one learns a language and the way one learns to do anything else. ഒരാൾ ഒരു ഭാഷ പഠിക്കാൻ തുടങ്ങുന്നതും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്നതും ഒരുപോലെയാണ്. പ്രാക്ടീസ് തന്നെ വേണം. അപ്പോൾ ഈ ഒരു ജനറൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യത്യാസവും ഇല്ല. ഒരു ലാംഗ്വേജ് പഠിക്കുന്നതും മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്നതുമായിട്ട് മറ്റൊരു വ്യത്യാസവും ഇല്ലെന്നാണ് പറയുന്നത്. മെയിൻ ഫോക്കസ് ഓൺ ഇൻക്ലൂഡിംഗ് ദ ചൈൽഡ് ടു ബിഹേവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെക്കാനിക്കൽ ഡ്രിൽസ് ആൻഡ് എക്സസൈസസും മെക്കാനിക്കൽ ഡ്രിൽസും ഉപയോഗിച്ച് അതിൻ്റെ ഹെൽപ്പോട് കൂടി കുട്ടീനെ പഠിപ്പിക്കുക എന്നുള്ളതും ഒരു മെയിൻ ഫോക്കസ് ആണ്. ലേണിംഗ് ഈസ് കൺട്രോൾഡ് ബൈ ദ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ടേക്ക് പ്ലേസ് ആൻഡ് ദാറ്റ് ആസ് ലോങ് ആസ് ഇൻഡിവിജ്വൽ ആർ സബ്ജക്റ്റഡ് ഓൺ ദ സെയിം കണ്ടീഷൻ ദേ വിൽ ലേൺ ഇൻ ദ സെയിം കണ്ടീഷൻ. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഏതൊരു കണ്ടീഷനിലാണോ ആ കുട്ടി പഠിക്കുന്നത്, ഏതൊരു സിറ്റുവേഷനിലാണോ ആ കുട്ടി വളരുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇനി കുട്ടികളിലുള്ള ലാംഗ്വേജ് അക്വിസിഷൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളാണ് ഒന്നും കൂടെ പറയുന്നത്. ചൈൽഡ് ഇമിറ്റേറ്റ് ചെയ്യും പാരൻസിനെ, അതുപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ള ആളുകളെ. അവർ പറയുന്ന ഓരോ വാക്കുകളും കാര്യങ്ങളും ഒക്കെ കുട്ടികൾ ശ്രദ്ധിക്കും. ചൈൽഡ് വിൽ പ്രൈസ് ദ വേർഡ് സ്പോക്കൺ ബൈ എ ചൈൽഡ് വിൽ പ്രൈസ് ദ ചൈൽഡ് ആൻഡ് ഓർ ഗിവ് ഇറ്റ് what it is asking for. Therefore successful utterances are reinforced during the process of rewarding. അപ്പോൾ അവരിങ്ങനെ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കൊടുക്കും. കുട്ടി മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വീണ്ടും പറഞ്ഞു കൊടുത്ത് ഈ റെപ്പിറ്റേഷൻസിലൂടെ നമ്മൾ ഈ പറഞ്ഞ് അവർ തെറ്റ് വരുത്തുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ മുൻപോട്ടേക്ക് കൊണ്ടുവരുന്നത്, ലാംഗ്വേജ് പഠിക്കാൻ സഹായിക്കുന്നത്. 1938 Skinner coined the term operant conditioning. It means roughly changing of behavior by the use of reinforcement which is given after the desired response. Skinner identified 3 types of responses or operant that can follow behavior. അപ്പോൾ 3 type of ഓപ്പറൻ്റ് ബിഹേവിയേഴ്സ് ആര് കോയിൻ ചെയ്തിട്ടുണ്ട്? സ്കിന്നർ കോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ന്യൂട്രൽ ഓപ്പറൻ്റ്, റീഇൻഫോഴ്സേഴ്സ്, പനിഷേഴ്സ്. ഇതെന്താണെന്ന് നോക്കാം. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. ന്യൂട്രൽ ഓപ്പറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള റെസ്പോൺസ് നീദർ ഇൻക്രീസ്, കൂട്ടുകയുമില്ല, നോർ ഡിക്രീസ്, കുറയ്ക്കുകയുമില്ല. ദ പ്രോബബിലിറ്റി ഓഫ് ബിഹേവിയർ ബീങ് റിപ്പീറ്റ് ചെയ്യുന്ന ആ ബിഹേവിയറിനെ കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നുമില്ല. അതാണ് ന്യൂട്രൽ ഓപ്പറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റീഇൻഫോഴ്സേഴ്സിലേക്ക് വരുമ്പോൾ എന്താണ്, നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിനനുസരിച്ച് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന റെസ്പോൺസിനനുസരിച്ച് that increase the probability of a behavior being repeated. റിപ്പീറ്റ് ചെയ്യുന്ന ബിഹേവിയറിൽ
പ്രൊബാബിലിറ്റി കൂടുകയാണ് ഇൻക്രീസ് ആണ് വരുന്നത്. ഇവിടെ റീഇൻഫോഴ്സസ് ക്യാൻ ബി ഈദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസിനനുസരിച്ച് അത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇനി പണിഷ്മെൻറ്റ്, ഒരു പണിഷേഴ്സ് ആണ് അവിടെ വരുന്നത് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റെസ്പോൺസസ് ഫ്രം ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഡിക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് എ ബിഹേവിയർ ബീങ് റിപ്പീറ്റഡ്. ആ റിപ്പീറ്റ് ചെയ്യുന്ന ബിഹേവിയറിനെ എന്താണ് ചെയ്യുന്നത്? അതിനെ ഡിക്രീസ് ചെയ്യാണ് കാരണമാക്കുന്നത്. അപ്പോൾ പണിഷ്മെൻറ്റ് വീക്കൻസ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഒന്നാമത്തേതിൽ ന്യൂട്രലാണ്, രണ്ടാമത്തേതിൽ ഈദർ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ഏത് ടൈപ്പ് ഓഫ് റെസ്പോൺസ് ആണ് കിട്ടുന്നത് അനുസരിച്ചാണ്. പണിഷേഴ്സിൽ പണിഷ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ബിഹേവിയർ വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത്. സ്കിന്നറിനെ സംബന്ധിച്ചിടത്തോളം ചൈൽഡ് ലേൺസ് ലാംഗ്വേജ് ത്രൂ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നല്ല രീതിയിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാകുമ്പോഴേ കുട്ടി പഠിക്കുന്നുള്ളൂ. നമ്മളത് പറഞ്ഞല്ലോ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കുട്ടി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിസ് ബേസിക് എക്സ്പ്ലനേഷൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പീച്ച് വാസ് ദറ്റ് പാരൻസ് ടെൻഡ് ടു റിവാർഡ് ഇൻഫാൻറ്റ് വോക്കലൈസേഷൻ. കുട്ടി ഒരു കാര്യം പറയുന്ന സമയത്ത്, എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്ന സമയത്ത്, അവർ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ റിവാർഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ആ വോക്കലൈസേഷൻ്റെ ഫ്രീക്വൻസീനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. He would suggest that the child will not progress from babbling to the language unless the parents shape the child's language behavior. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കൊഞ്ചി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരുത്താൻ വേണ്ടി നോക്കുക. നമ്മൾ കുഞ്ഞു കുട്ടികളെ കളിപ്പിക്കുമ്പോൾ അവരുടെ ഭാഷയിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കാറില്ലേ? അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുട്ടി ആ മിസ്റ്റേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന, അല്ലാതെ പെട്ടെന്ന് ആ ലാംഗ്വേജിലൊരു വ്യത്യാസം വരില്ല. പക്ഷേ അവർ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അതിനെ ശകാരിക്കാതെ പതിയെ നമ്മളതിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ റിപ്പീറ്റേഷൻസിലൂടെ നല്ല രീതിയിലുള്ള ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുന്നത് എങ്കിൽ കുട്ടിയുടെ ആ വോക്കലൈസേഷൻ്റെ ഫ്രീക്വൻസി കൂടുമെന്നാണ് സ്കിന്നർ പറയുന്നത്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ചോംസ്കീസ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി. ഇതെന്താണെന്ന് നോക്കാം. നോം ചോംസ്കി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലിംഗ്വിസ്റ്റ് ഓഫ് 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിലെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ലിംഗ്വിസ്റ്റുകളിൽ പെട്ട ഒരാളാണ് നോം ചോംസ്കി എന്ന് പറയുന്നത്. ആളുടെ യുണീക്കായിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ഫിലോസഫിയിലാണ് അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത്. മാത്രമല്ല ആൾ റെവല്യൂഷനൈസ് ചെയ്തിട്ടുണ്ട് ഇൻ ദ ഡിസിപ്ലിൻ ഓഫ് ലിംഗ്വിസ്റ്റിക് വിത്ത് ഹിസ് മച്ച് ടോക്ഡ് അബൌട്ട് തിയറി. ആളുടെ ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു തിയറിയാണ് TG ഗ്രാമർ എന്നുള്ളത്, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആൾ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും നമുക്കെല്ലാവർക്കും ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ട്. എന്തിന്? ഫോർ ജനറേറ്റിംഗ് സെൻറ്റൻസസ് വിത്ത് യൂസ് ഓഫ് അൺകോൺഷ്യസ് നോളജ്. നമ്മളുടെ മൈൻഡിൽ എംബഡഡ് ആയിട്ടുള്ള, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ, അൺകോൺഷ്യസ് ബ്രെയിൻ്റെ പാർട്ടാണ് മൈൻഡ് എന്ന് ഞാൻ പറയുന്നില്ല, ബ്രെയിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിൻ്റെ അൺകോൺഷ്യസ് നോളജിൽ ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സെൻറ്റൻസുകൾ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓരോ സെൻറ്റൻസും ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാനൊരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടുകൊണ്ടല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സെൻറ്റൻസസുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു അൺകോൺഷ്യസ് നോളജ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ഒരു സെൻറ്റൻസിനെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സാധനത്തിനെയാണ് നമ്മൾ TG ഗ്രാമർ എന്ന് പറയുന്നത്. വിച്ച് ഹി കോൾസ് യൂണിവേഴ്സൽ ഗ്രാമർ ഓർ UG. ഇതിനെയാണ് UG അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സൽ ആയതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത്. ഇത് ഏത് ലാംഗ്വേജ് നോക്കുകയാണെങ്കിലും അതിലെല്ലാം സെൻറ്റൻസ് ഫോർമേഷൻ ഈസിയാണ്. ഇൻ ദ 1950s, നോം ചോംസ്കി's linguistic theory fundamentally changed the ways in which human looked at language development and use. 1950-കളായ സമയത്തേനും നോം ചോംസ്കിയുടെ ഈ ഒരു തിയറീസുകളൊക്കെ എന്താണ് പറയുക, ഹ്യൂമണിനെ, ലാംഗ്വേജിനെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് യൂസിനെയൊക്കെ നോക്കിക്കാണുന്ന ആ ഒരു വേയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. For Chomsky, there was an innateness to language development that previous linguists had overlooked. ബാക്കിയുള്ള ആളുകളൊക്കെ, ലിംഗ്വിസ്റ്റുകളൊക്കെ നോക്കിയതുപോലെ തന്നെ ചോംസ്കിയും അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇന്നേറ്റ് ക്വാളിറ്റി ഈ ലാംഗ്വേജ് അക്വിസിഷൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹവും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഹി സെഡ് ദീസ് ഇന്നേറ്റ് കോമ്പണൻസ് അഫക്റ്റ് ഹൗ ഹ്യൂമൻസ് ഡെവലപ്പ് ഫ്രം പ്രീ-വെർബൽ ബേബീസ് ഇൻ ടു അഡ്വാൻസ് ലാംഗ്വേജ് യൂസിങ് അഡൾട്ട്. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് അക്വയർ ചെയ്ത് വലുതാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയിലോട്ടേക്ക് മാറ്റി വരുന്നു എന്നുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിനെ ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോംസ്കിയുടെ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി അല്ലെങ്കിൽ TG ഗ്രാമറിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായത്. ഇനി ചോംസ്കീസ് കാർട്ടീഷ്യൻ നോക്കാം. ചോംസ്കി ഐഡൻറ്റിഫൈസ് ദ 4 Cartesian categories that form the common core of the 2 tradition of linguistics. Among these 4, 3 are substantive thesis, whereas the 4th one is methodological. അപ്പോൾ ചോംസ്കിയുടെ കാർട്ടീഷ്യൻ കാറ്റഗറീസ് 4 എണ്ണമാണ് വരുന്നത്. ഇതിനകത്തുള്ള 4 എണ്ണത്തിൽ
രണ്ട് ട്രഡീഷനാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ 4 കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തെ 3 സബ്സ്റ്റാൻറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 4-മത്തേത് മെത്തഡോളജിക്കലാണ്. ആ 3 സബ്സ്റ്റാൻറ്റീവ് ടേംസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ക്രിയേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. നമുക്കറിയാം ലാംഗ്വേജിന് ക്രിയേറ്റീവായി യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ സർഫസ് സ്ട്രക്ചർ ആൻഡ് ദ ഡീപ്പ് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സർഫസ് സ്ട്രക്ചറും ഡീപ്പ് സ്ട്രക്ചറും. അപ്പോൾ എന്താണ് അതിൻ്റെ തമ്മിലുള്ളൊരു ഡിസ്റ്റിങ്ഷനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സർഫസ് സ്ട്രക്ചർ ആൻഡ് ഡീപ്പ് സ്ട്രക്ചറിൻ്റെ ഈ സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. തേർഡ് പോയിന്റ് ഇസ് ദ അക്വിസിഷൻ ആൻഡ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ആസ് ബേസ്ഡ് ഓൺ ദ ഇന്നേറ്റ് കപ്പാസിറ്റീസ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇന്നേറ്റ് ആയിട്ടൊരു കപ്പാസിറ്റി ഹ്യൂമൻ മൈൻഡിനുണ്ട്. അത് ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജിൻ്റെ അക്വിസിഷൻ പവറിനെ അല്ലെങ്കിൽ ആ യൂസ് ഓഫ് ലാംഗ്വേജിൻ്റെ ആ ഒരു പവറിനെയാണ് തേർഡായിട്ട് പറയുന്നത്. ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ബർത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, നമ്മൾ ഈ പോയിൻറ്റ്സ് വായിച്ച് നോക്കാം. ചോംസ്കി പ്രപ്പോസ് ദാറ്റ് ഓൾ ഹ്യൂമൻസ് ആൻഡ് സം പ്രിമേറ്റ്സ് ഹാവ് ഇന്നേറ്റ് predispositions to develop the ability to use language. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഹ്യൂമനും അല്ലെങ്കിൽ സം പ്രിമേറ്റ്സിനും കുറച്ച് ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, എബിലിറ്റി ഉണ്ട് ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ റിഫർ ടു ദിസ് പ്രീഡിസ്പൊസിഷൻ ആസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഈ ഒരു പ്രീഡിസ്പൊസിഷനെ ആൾ വിളിച്ച പേരാണ് LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഓർ ലാഡ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക, ലാഡ് എന്ന് ഓർത്ത് വയ്ക്കാം. According to Chomsky, then the first stage of language development occurs immediately upon birth. When infants are pre-verbal but possesses an innate LAD that will set them അപ് ടു ഡെവലപ്പ് എ ലാംഗ്വേജ്. അപ്പോൾ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ പ്രീ വേർബൽ സ്റ്റേജിൽ തന്നെ ഈ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇൻഫൻസിനുള്ളത് കൊണ്ട് തന്നെ, നമ്മൾ പറഞ്ഞ നേരത്തെ ലാഡ് എന്ന് പറഞ്ഞല്ലേ, ആ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കുട്ടികളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇനി യൂണിവേഴ്സൽ ഗ്രാമർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ചോംസ്കി, യൂണിവേഴ്സൽ ഗ്രാമർ ഇസ് എ സിസ്റ്റം ഓഫ് പ്രിൻസിപ്പിൾസ്, കണ്ടീഷൻസ് ആൻഡ് റൂൾസ് ദാറ്റ് ആർ എലമെൻറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ് കോമൺ ടു ഓൾ ലാംഗ്വേജസ് ദ എസൻസ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയല്ല, ഏത് ഭാഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസും ഒരു സിസ്റ്റം, ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. ഈ ലാംഗ്വേജിന് നമുക്ക് അക്യുസേഷൻ ചെയ്തിട്ട് അതിനെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി യൂണിവേഴ്സൽ ഗ്രാമറിലൂടെ എങ്ങനെയാണ് ലാംഗ്വേജ് എമേർജ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡെവലപ്പിങ്ങുമാണ് ഇവിടെ പറയുന്നത്. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നില്ല, ജസ്റ്റ് ആ ഫസ്റ്റ് പോയിൻറ്റിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ടോട്ട്ലേഴ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ആൻസർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇപ്പം ഇവിടുത്തെ എൻ്റെ വീട്ടിലെ കുട്ടികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല, ഇല്ലല്ലോ, ഉണ്ടല്ലോ, ആ രീതിയിലാണ് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് മറ്റ് കാര്യങ്ങളെക്കാട്ടും കൂടുതൽ യെസ് ഓർ നോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത്, എമേർജ് ചെയ്യണത് കേട്ടോ. ഇനി അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് താഴെ പറയുന്നത്. എങ്ങനെയാണ്? Toddlers seem to naturally let their most pressing desires guide their language use. When a parent holds up a bottle of milk, for example, toddlers might say want. Their UG guides their language use, suggesting that they want is not the parent's hand or the bottle, but rather the milk inside the bottle. അപ്പോൾ ഒരു പാരൻ്റ് കയ്യിലൊരു ബോട്ടിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി അത് വേണം, വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് അമ്മയെ വേണമെന്നോ അച്ഛനെ വേണമെന്നോ പാരൻറ്റിനെ വേണമെന്നല്ല, ആ ബോട്ടിലിൻ്റെ അകത്തുള്ള പാല് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിലാണ് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്, കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ് പറയുന്നത്. ഇനി ഡെസ്കാർട്ടസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ചോംസ്കിൻ ഫോർമുലേഷൻ പറയുന്നുണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഡെസ്കാർട്ടസ് പ്രോബ്ലം സിംബലൈസസ് എ ജനറൽ പ്രോബ്ലം, ഒരു ജനറൽ പ്രോബ്ലമാണ് സിംബലൈസ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ക്രിയേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളതാണ്. ഇനി എന്താണ് ക്രിയേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെൻസിലാണ് അത് ക്രിയേറ്റീവ് ആവേണ്ടത്? ചോംസ്കി ഹാസ് ഗിവൻ ആൻസർ ടു ദ ക്രിയേറ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ് ഡസ് നോട്ട് സിംപ്ലി ഹാവ് എനി സ്പെഷ്യൽ യൂസ്. അതിന് പ്രത്യേക സ്പെഷ്യൽ യൂസുകളൊന്നുമില്ല. നോർമൽ യൂസ് ഓഫ് ലാംഗ്വേജ് ഇസ് ഇറ്റ് സെൽഫ് ക്രിയേറ്റീവ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഈ നോർമൽ യൂസ് ഓഫ് ലാംഗ്വേജ് തന്നെ ക്രിയേറ്റീവ് ആണ്. ദ റീസൺ ഡസ് നോട്ട് ഇംപ്ലൈ എനി സ്പെഷ്യൽ യൂസ്. ദ നോർമൽ യൂസ് ഓഫ് ലാംഗ്വേജ് ഇറ്റ് സെൽഫ് ഇസ് റിയാക്റ്റീവ്
ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട്. ദ റീസൺ ഇസ് ദാറ്റ് ഇറ്റ് അലൗസ് നോവൽറ്റി ആൻഡ് ഫ്രീഡം. ഒരു ലാംഗ്വേജ് ഏതൊരു ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ക്രിയേറ്റീവ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്കാർട്ടസ് പ്രോബ്ലം അതിൻ്റെ ചോംസ്കിൻ ഒരു സൊല്യൂഷനുമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി യു ജിയുടെ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇത് സോഫാർ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിൻറ്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലാംഗ്വേജ് യൂണിവേഴ്സൽ ആണ് എന്നുള്ളത്. ചിൽഡ്രൻ ആർ എക്സ്പോസ് ടു ഡിഫറെൻറ്റ് ഇൻപുട്സ് യെറ്റ് കവറേജ് ഓൺ ദ സെയിം ഗ്രാമർ. പോവർട്ടി ഓഫ് സ്റ്റിമുലസ്. ചിൽഡ്രൻ അക്വയർ നോളജ് ഓഫ് വിച്ച് ദർ ഇസ് നോ എവിഡൻസ് ഇൻ റിപ്പോർട്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒരു പുറത്തുനിന്ന് ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സ്കിന്നറിൻ്റെയും ചോംസ്കിയുടെയും തിയറിയും തമ്മിലുള്ള സിമിലാരിറ്റീസും എന്താ പറയുക ഡിഫറൻസസുമാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ആ ഒരു ടേബിൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റും സ്റ്റിമുലസും കാര്യങ്ങളാണ് സ്കിന്നറിൻ്റെ തിയറിയിൽ പറയുന്നുണ്ടെങ്കിൽ ചോംസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നേറ്റ് ആയിട്ടുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടി ബ്ലാങ്ക് സ്ലേറ്റിലാണ് അതിനകത്തോട്ടേക്ക് ഫില്ലപ്പ് ചെയ്തിട്ടാണ് നോളജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോംസ്കിയുടെ അതിൽ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിലൂടെയാണ് അക്വയർ ചെയ്യുന്നതെന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി അതിലുള്ള രണ്ട് തിയറീസിലുള്ള എന്താണ് ക്രൂഷ്യൽ റോളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ പറയുന്നത്. സോ അത്രയേ ഉള്ളൂ ആ ഒരു രണ്ട് തിയറീസ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് സ്ക്യൂമാൻസ് കൾച്ചറൽ തിയറിയാണ്. സോ ഇതും നമ്മൾ ഒരു എന്താണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചെയ്യുന്നത് കൊണ്ടാണ് ക്യുക്കായിട്ട് പറയുന്നത്. എന്നാലും മാക്സിമം ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് ഡൗട്ടുകളെല്ലാം കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സ്ക്യൂമാൻസ് കൾച്ചറൽ തിയറിയിൽ എന്താണ് പറയുന്നത്? സ്ക്യൂമാൻസ് അക്യുൾട്രേഷൻ തിയറി ആസ് പ്രസൻറ്റഡ് ഇൻ ദ പിജനൈസേഷൻ പ്രോസസ്. A model for second language acquisition predicts that the degree of a learner's success in the second language acquisition depends upon the learner's degree of acculturation. അപ്പോൾ ഒരാൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് L2 അതാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ആ ആളുടെ ലെവൽ ഓഫ് അക്യുൾട്രേഷൻ അനുസരിച്ചായിരിക്കുമെന്നാണ് പറയുന്നത്. Social and psychological factors influence of the acculturation process and the second language learning. According to Skewman, the naturalistic or untutored SLA is a byproduct of acculturation, which is defined by him as the social and psychological integration of the learner with the target language group. അപ്പോൾ ഇവിടെ ഈ അക്കൾട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് അതെന്താണെന്നുള്ളൊരു സംശയം വരും. അക്കൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് കട്ട് ചെയ്യുക. ആ കൾച്ചറേഷനാണ് ഒരു കൾച്ചറിനെ എത്രമാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഒരു L2 അക്വിസിഷൻ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഫോളോയിങ് എ ലാംഗ്വേജ് ഇൻ മലയാളം, നിങ്ങൾ മലയാളം എന്ന് പറഞ്ഞൊരു ലാംഗ്വേജിനെ ഫോളോ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഡയലക്ട്സിനെ എന്തിനെങ്കിലും ഒരു ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളതിനെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും, ആ ഒരു കൾച്ചറിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഒരു കൾച്ചറിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ ആ ഒരു കൾച്ചറിനെ ഇഷ്ടപ്പെടുന്നതിലൂടെ ആയിരിക്കും നമ്മൾ ഈ സെക്കൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കൈ നിട്ട് പറഞ്ഞുതരാം. ലൈക്ക് നമുക്കിപ്പോൾ നമ്മൾ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളം നമുക്കറിയാം, നമുക്ക് പുതിയൊരു ഭാഷ പഠിക്കണം, ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷ. അപ്പോൾ അതിൻ്റെ കൾച്ചർ നമ്മൾ പഠിക്കുകയാണ്, നമ്മളെ കൾച്ചർ ഇഷ്ടപ്പെടുകയാണ്, വെസ്റ്റേണൈസേഷൻ നമുക്ക് ഇഷ്ടപ്പെടുകയാണ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ലാംഗ്വേജിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മളൊരു ടാർഗറ്റ് ലാംഗ്വേജ്, നമുക്കൊരു ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഷ്യൽ സൈക്കോളജിക്കലായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ നോക്കി അതിൻ്റെ കൾച്ചറിനെ ഫോളോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ആ ലാംഗ്വേജിനെ അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്ക്യൂമാൻ്റെ അക്കൾച്ചറേഷൻ മോഡൽ പറയുന്നത്. പിന്നെ ഇതിനകത്ത് പിജനൈസേഷൻ എന്ന് പറയുന്നത് പിജൻ ആൻഡ് ക്രിയോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. പിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ടൈപ്പ് ഓഫ് കൾച്ചറുള്ള ആളുകൾ, അതായത് ഇപ്പം ഒരാൾ ഒരു മലയാളിയാണ്, വേറൊരാൾ ഒരു തമിഴ് സ്പീക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ രണ്ട് പേർക്കും സംസാരിക്കാൻ ഒരു കോമൺ ലാംഗ്വേജ് വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇപ്പോൾ മലയാളികളാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് 75% മലയാളം പ്ലസ് ഒരു 25% തമിഴും കൂടെ മിക്സ് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ എന്ത് ചെയ്യും? അവർ മലയാളം ഒരു 25%, അവരുടെ തമിഴ് ഒരു 75% എടുത്ത് അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് ലാംഗ്വേജ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വരികയാണ് അല്ലേ. ഒരു ടൈപ്പ് ഓഫ് ഒരു അമാൽഗമേഷൻ അവിടെ
ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇതിനെയാണ് പിജിനൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഭാഷ ക്രിയേറ്റ് ചെയ്ത് വരുന്നതിനാണ് പിജിനൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഡിഗ്രി ടു വിച്ച് ദ ലാംഗ്വേജ് ലേണർ വിൽ അക്വയർ ദ ടാർഗറ്റ് ലാംഗ്വേജ് വിത്തൗട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പിജിനൈസേഷൻ. അപ്പോൾ പിജിനൈസേഷൻ ഇല്ലാതെ എത്രത്തോളം ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. According to Schumann, the simplified form of speech characterized in pidgin language shows that social and psychological distance exists and the speech of the second language learner is restricted to the communicative function. അപ്പോൾ സ്ക്യൂമാനെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്റ്റൻറ്റ് അപ്പോഴും ഉണ്ടാകും. പിജിനൈസേഷൻ സംഭവിച്ച ലാംഗ്വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുണ്ടാകും. ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ലേണർ എപ്പോഴും അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇൻ്റർഫിയറൻസ് എന്തായാലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് ഡിഗ്രിയിലെ ട്രാൻസാക്ഷൻ പേപ്പറിലൊരു സാധനം പഠിക്കാനുണ്ടായിരുന്നു, L1 ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഇൻ്റർഫിയറൻസ് എന്തായാലും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൊടുക്കുമെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, സ്ക്യൂമാൻ പറയുന്നത്. The model proposed by Schumann includes the following 8 social variables. ആ 8 social variables ആണ് ഇവിടെ പറയുന്നത്. Social dominance, integration pattern, enclosure, cohesiveness, size, congruence, attitude, the anticipated length of stay എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം ഇൻ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ടൈം എടുക്കും. ഇത് ജസ്റ്റ് സിമ്പിൾ പോയിൻറ്റ്സ് ആണ്. യു ക്യാൻ റെഫർ യു PDF അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചുരുക്കുന്നത്. ഓക്കെ, ഇനി സൈക്കോളജിക്കൽ സെപ്പറേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് 4 സൈക്കോളജിക്കൽ വേരിയബിൾസ് ആണ് സ്ക്യൂമാൻ്റെ മോഡലിനകത്തുള്ളത്. അതാണ് ലാംഗ്വേജ് ഷോക്ക്, കൾച്ചറൽ ഷോക്ക്, മോട്ടിവേഷൻ, ഈഗോ എന്നുള്ളത്. അപ്പോൾ ഇയാൾ പറയുകയാണ് ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമുക്കതിൽ ലാംഗ്വേജ് ഷോക്കും കൾച്ചറൽ ഷോക്കും നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലേണർ വിൽ ബി അണേബിൾ ടു അസോസിയേറ്റ് വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് TL ഗ്രൂപ്പ്. ഈ TL ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുമായിട്ട് ആളുകൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല വൺസ് അവർ ലാംഗ്വേജ് ഷോക്കും കൾച്ചറൽ ഷോക്കും ഓവർകം ചെയ്തിട്ടില്ല എങ്കിൽ. ഈ ലാംഗ്വേജ് ഷോക്ക് എന്താണ്, കൾച്ചറൽ ഷോക്ക് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു പുതിയ ലാംഗ്വേജിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രയാസങ്ങളും അതുപോലെ തന്നെ ആ ഒരു കൾച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന കുറച്ച് പേടി കാര്യങ്ങൾ, അതെങ്ങനെ അക്വയർ ചെയ്യുന്നുള്ള ആ ഒരു വിഷമങ്ങളൊക്കെയാണ് ഈ കൾച്ചറൽ ഷോക്കിനകത്ത് വരുന്നത്. ഈ 2 സാധനങ്ങളും നമ്മൾ മറികടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി കനോട്ട് ലേൺ ദാറ്റ് ലാംഗ്വേജ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെയും നമ്മൾ ഓവർകം ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു പുതിയ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ TL ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ലാംഗ്വേജ് ഷോക്ക്, കൾച്ചറൽ ഷോക്ക്, ഈഗോ, മോട്ടിവേഷൻ. ലാംഗ്വേജ് ഷോക്ക് ഓർ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് സ്പീക്കിംഗ് എ ന്യൂ ലാംഗ്വേജ് മേക്സ് എ ലേണർ അപ്പിയർ ഫൂളിഷ് ഓർ കോമിക്കൽ. കൾച്ചറൽ ഷോക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ ദ ലേണേഴ്സ് എബിലിറ്റി ടു ആക്സെപ്റ്റ് എ ന്യൂ ഐഡൻറ്റിറ്റി അസോസിയേറ്റഡ് വിത്ത് ബിലോങ്ങിങ് ടു എ ന്യൂ സ്പീച്ച് കമ്മ്യൂണിറ്റി. ലേണറിൻ്റെ എബിലിറ്റിയാണ് ടു ആക്സെപ്റ്റ് ഒരു പുതിയ ഐഡൻറ്റിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യാനും അത് വെച്ചിട്ട് അസോസിയേറ്റ് ചെയ്യാനും പുതിയൊരു സ്പീച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് മാറാനുമുള്ള ആ ഒരു എബിലിറ്റി, അതാണ് ഈഗോ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മോട്ടിവേഷൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ദ ലേണേഴ്സ് ഡിഗ്രി ആൻഡ് ടൈപ്പ് ഓഫ് ഡിസയർ ടു അക്വയർ ദ സെക്കൻഡ് ലാംഗ്വേജ്, അതാണ് അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്ക്യൂമാൻ്റെ മോഡൽ ഓഫ് കോഴ്സ് ക്രിറ്റിസിസംസ് നേരിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആളുടെ ക്രിറ്റിസിസംസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരുപാട് ക്രിറ്റിസിസംസ് നേരിട്ടിട്ടുണ്ടെങ്കിലും ഫ്രീമാൻ ആൻഡ് ലോങ് പറയുന്ന കുറച്ച് ക്രിറ്റിസിസംസും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആൾ ലെവൽസായിട്ടും കാറ്റഗറൈസേഷനും ഒക്കെ ചെയ്ത സമയത്ത് ആ ഇമോഷണലായിട്ടും സൈക്കോളജിക്കലായിട്ടും എങ്ങനെ അതിനെ ഈ ലാംഗ്വേജ് അക്വിസിഷനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ആൾ പറഞ്ഞിട്ടില്ല. ആൾ ഫാക്ടേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ ഈ ഫാക്ടേഴ്സ് അതിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആളുടെ ലാംഗ്വേജ് മോഡൽ അല്ലെങ്കിൽ ആളുടെ ഒരു ടൈപ്പ് ഓഫ് മോഡൽ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ആൾക്ക് എങ്ങനെയാണ് ഈ സ്ക്യൂമാൻ ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ദീസ് ഫാക്ടേഴ്സ് എഫക്ട് ദ റേറ്റ് ഓഫ് അറ്റൈൻമെൻറ്റ്, ഇതെങ്ങനെ അറ്റൈൻമെൻറ്റിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ആൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് എങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ബാധിക്കുന്നു, അഫക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഓരോ ഫാക്ടേഴ്സും എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇമോഷനായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും ആൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സ്ക്യൂമാൻ നേരിട്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ക്രിറ്റിസിസം. സോ യെസ്, ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തിയർ ആയിട്ടുണ്ട്. നമുക്കൊരൊറ്റ വീഡിയോയും കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഒരു യൂണിറ്റിൽ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ഡൗട്ട്സ്, ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.